വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോടാണ് മുന്നണിയിലെ തന്നെ ഏറ്റവും ശക്തമായ സംഘടനകളിലൊന്നായ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? അല്ല, ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതായിട്ട് എനിക്ക് അറിവില്ല. എന്തുതന്നെയായാലും കേരളത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം അത് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ ഒന്നായ വയനാട്ടിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനത്തെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു മത്സരിക്കുന്നത്. എത്രത്തോളം വിജയപ്രതീക്ഷ? ഇല്ല, മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിജയിക്കാൻ വേണ്ടി മത്സരിക്കുക, തോക്കാൻ വേണ്ടി ആരെങ്കിലും മത്സരിക്കും. ഇത് വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 4 നെടുന്തൂണുകളിലും ഫാസിസ്റ്റ് ശക്തികൾ ചിതലുകളെ പോലെ അരിച്ചു കയറി അതിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം എല്ലായിടത്തിലും കടന്നു കയറി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഫാസിസം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ഇത് എന്ത് ജനങ്ങളെ ഏത് വിധത്തിൽ കൺവിൻസ് ചെയ്ത് വോട്ടർമാരെ ഓരോരുത്തരായി പോയി കണ്ട് കൺവിൻസ് ചെയ്ത് ജയിക്കേണ്ടത് അത് എൻ്റെ നിലനിൽപ്പിന്, ഈ നാട്ടിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു വെല്ലുവിളി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്, ഇടതുമുന്നണിക്ക് എതിരെ മത്സരിക്കുന്നത് ശരിയാണ്? അത് ആ പാർട്ടി തീരുമാനിക്കണം, രാഹുൽ ഗാന്ധി തീരുമാനിക്കണം. വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഈ ലീഗിൻ്റെ പതാക താഴ്ത്തണം എന്നൊക്കെ ഉള്ള ഒരു ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ. അതിനെ എങ്ങനെയാണ്? അല്ല, ഈ രാജ്യത്ത് ഏത് മതന്യൂനപക്ഷമായാലും ആ മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾക്കാണെങ്കിൽ അവരുടെ കൊടിയും പതാകയുമൊക്കെ ഉയർത്തിപ്പിടിക്കാനുള്ള, ഇടതുപക്ഷത്തിൻ്റെ ഇതിനോടൊപ്പം തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ നടത്തുന്നത്. അതായത് ലീഗിൻ്റെ പതാക വയനാട്ടിൽ ഉയർത്തിപ്പിടിക്കാനുള്ള അല്ല, വയനാട്ടിൽ നിന്ന് മാത്രമല്ല, എവിടെ വേണമെങ്കിലും അവരൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല നിങ്ങളുടെ കൊടി താത്തിപ്പിടിക്കണം എന്ന് ഏതെങ്കിലും ഒരു കക്ഷി അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്താൽ അതാണൊരു ഫാസിസം എന്ന് പറയുന്നത്. അതൊരു ഫാസിസമാണ്. ആ ഫാസിസത്തിനെതിരാണ് CPIയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയം. എന്നാണ് പ്രചരണം തുടങ്ങുക? 1-ാം തീയതി അവിടെ ഞാൻ വയനാട്ടിലെത്തും. രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അതൊരു സൗഹൃദ മത്സരമായി? അല്ല, അങ്ങനെ ഒരു അസംഷനിൽ മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഫ്രണ്ട്ലി കണ്ടസ്റ്റൻ്റ് ഒന്നുമില്ല. ഇത് ഞങ്ങളുടെ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെങ്കിൽ അത് ജയിക്കാനുള്ള സ്ഥാനാർത്ഥിത്വമാണ്, അത് ജയിക്കാനുള്ള മത്സരമാണ്. വയനാട്ടിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അവിടെ ഒരു സൗഹൃദ മത്സരമായിരിക്കില്ല, മറിച്ച് ശക്തമായ മത്സരം തന്നെ വയനാട്ടിൽ കാഴ്ചവെക്കുമെന്നാണ് ആനി രാജ വ്യക്തമാക്കുന്നത്. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.